കാരണം 10 കൊല്ലം എല്ലാം ശരിയാവും എന്നൊരു വാഗ്ദാനം കൊടുത്ത സർക്കാരിന് ഇന്നും ഒന്നും പറയാനില്ല. ശബരിമല കൊള്ള, ശബരിമല നടക്കുന്ന അഴിമതി, വിലക്കയറ്റം, തൊഴിലില്ലായ്മ, ഇതിനെങ്ങനെങ്കിലും മാറ്റിവെക്കണ്ടേ? അതുകൊണ്ട് ഈ ഒരു ടോപ്പിക്ക് പിടിക്കുക. നമ്മൾ ഇപ്പോൾ കേരള ബഡ്ജറ്റ് കഴിഞ്ഞു, അതിനുശേഷം നമ്മുടെ ഇന്ത്യയുടെ ബഡ്ജറ്റും നമ്മൾ കണ്ടു. ഇവിടെ നമ്മുടെ ഭരണപക്ഷവും പ്രതിപക്ഷവും പറയുന്നത് എന്താണ്? കേരളത്തിന് ഒന്നും കിട്ടിയില്ല എന്ന്. ഇപ്പോൾ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു 6 വരി പാത പോകുന്നുണ്ട്. അത് ആരാ കൊടുത്തത്? 3 ലക്ഷം കോടി. കേരളത്തിൻ്റെ മുടക്കെത്രയാണ്? വെറും 5500 കോടിയാണ്. 3 ലക്ഷം കോടിയാണ് അതിനു വേണ്ടി കൊടുത്തത്. ഇനിയിപ്പോൾ ഏറ്റവും അടുത്ത് അങ്കമാലി കുണ്ടന്നൂർ, അതായത് അങ്കമാലി നിയോജക മണ്ഡലം, കുന്നത്തുനാട്, തൃപ്പൂണിത്തുറ, ഇത് ആ ഒരു ബൈപ്പാസ് വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് എറണാകുളം സിറ്റിയുടെ, കൊച്ചിയുടെ വികസനത്തിന് വലിയൊരു നാഴികക്കല്ലാവും. അത് 6 വരി പാതയാണതിന്. അതിനുള്ള 6500 കോടി രൂപ മുഴുവൻ തുകയും, സ്ഥലം ഏറ്റെടുക്കുന്നത് മുതൽ മുഴുവൻ തുകയും അനുവദിച്ചത് കേന്ദ്ര ഗവൺമെൻറ്റാണത്. അതിൻ്റെ ഒരു ഫോളോ അപ്പ് നടത്താനോ? ഇന്നത് എക്സ്പയറി ആയിപ്പോയി. അത് ഇനി വീണ്ടും റീനോട്ടിഫിക്കേഷൻ ചെയ്യണം. ഈ കഴിഞ്ഞ ദിവസം അവിടുത്തെ ആളുകൾ എല്ലായിടത്തും കുറ്റിനാട്ടി. അത് സമയബന്ധിതമായിട്ട് സ്ഥലം ഏറ്റെടുക്കാനോ സർവേയറെ നിയോഗിക്കാനോ കേരള ഗവൺമെൻറ് സാധിച്ചില്ല. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പണം അനുവദിച്ചാൽ അത് ഉപയോഗിക്കാനായിട്ട് കേരളത്തിൽ സംവിധാനങ്ങളുണ്ടാവണം.